ഹായ് ഡിയേഴ്സ്, ഈ ഒരു ഫ്ലവർ മേക്കിംഗ് തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയ നല്ലൊരു വർക്കാണിതെന്ന് പറയാം. കൂടാതെ ഈ ഒരു വർക്ക് കൊണ്ട് എനിക്ക് എൻ്റെ ആത്മവിശ്വാസം കൂടിയെന്ന് പറയുന്നതിലും തെറ്റില്ല. ഒരു സീരിയൽ ഷൂട്ടിൻ്റെ വെഡ്ഡിങ് സീനിന് ഉപയോഗിക്കാനായിട്ടാണ് അവരെനിക്ക് ഈ ഒരു ഹാരത്തിൻ്റെ വർക്ക് തന്നിട്ടുള്ളത്. പക്ഷേ അവർക്കുള്ള ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നാനും പാടില്ല, റീയൂസ് ചെയ്യുകയും വേണം. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക് സംസാരിച്ചാലോ? യഥാർത്ഥ സൗഹൃദങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ്? ചില സൗഹൃദങ്ങളുണ്ട്, നമ്മൾ പറയാതെ കാണാതെ മനസ്സിലാക്കാൻ കഴിയുന്ന സുഹൃത്തുക്കൾ. മാസങ്ങളോളം ഒരു ടെക്സ്റ്റോ കോളിങ്ങോ ഇല്ലാതിരുന്നിട്ടും ഒരു കോളിൽ പുതുമയില്ലാതെ സംസാരിക്കുന്ന സൗഹൃദങ്ങൾ. ഒന്നും പ്രതീക്ഷിക്കാതെ എപ്പോഴും അവൈലബിൾ ആകുന്ന സൗഹൃദങ്ങൾ, അല്ലേ? ഇനി മറ്റൊരു തരം സുഹൃത്തുക്കളുണ്ട്, ആവശ്യങ്ങൾക്ക് മാത്രം നമ്മളെ കൂടെ കൂട്ടുന്നവർ. അവർക്ക് വേദനിക്കുമ്പോൾ മാത്രം നമ്മളെ ഓർക്കുന്നവരും അവർക്ക് വേണ്ടി മരുന്നാവാൻ നമ്മളെ ആഗ്രഹിക്കുന്നവരും, അല്ലേ? അതൊക്കെ പിന്നെയും സഹിക്കാം. ഇനിയൊരു കൂട്ടറുണ്ട്, നമ്മുടെ തന്നെ കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ ഓരോ വളർച്ചയിലും അസൂയയോടെ കാണുന്നവർ. ഞാൻ ഈ സുഹൃത്തുക്കളെക്കുറിച്ച് ഇത്രയൊക്കെ പറയാൻ കാരണം ഈ 3 തരത്തിലുള്ള സൗഹൃദങ്ങളും നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം. ആദ്യത്തെ 2 ഫ്രണ്ട്ഷിപ്പ് ഓക്കെ, മൂന്നാമത്തെ കൂട്ടർ ഉണ്ടെന്ന് അറിയുന്ന നിമിഷം അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവർ മേക്കിംഗ് തുടങ്ങിയ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. ഇത് സെയിലാകില്ല, റേറ്റ് കൂടുതലാണ്, അവളും ഇത് ചെയ്തു തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഡീമോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ എന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് സൗഹൃദങ്ങളും ഉണ്ട്. എന്തൊക്കെ ആയാലും ഇതുപോലെ നെഗറ്റീവ് പറയുന്ന, അസൂയയോടെ നിൽക്കുന്ന ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പഠിക്കുക. അത് സൗഹൃദമല്ല, എന്തു തന്നെ ആയാലും. ഈ ഒരു നല്ല ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു, തളർത്താൻ ഒരുപാട് പേരുണ്ടാകും. നമ്മുടെ ലക്ഷ്യം അത് നമ്മുടെ മാത്രമായി തന്നെ മുന്നോട്ട് പോവുക. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ഈ ഒരു ഹാരം ചെയ്തെടുക്കാൻ എനിക്ക് ഒരാഴ്ചയിൽ കൂടുതൽ ടൈം എടുക്കേണ്ടി വന്നു. ഫോം ഷീറ്റിൽ റോസ് ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നുമോ എന്ന എൻ്റെ സംശയം മറ്റൊരു മെറ്റീരിയൽ കൊണ്ടുചെന്ന് എത്തിച്ചു. സ്റ്റെമ്മോട് ചേർന്ന ഭാഗം റെഡിമെയ്ഡായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. ഇനി നല്ലൊരു പാക്കിംഗ് ആണ് ആവശ്യം. ചെറിയൊരു ഹാമ്പർ ബോക്സിൻ്റെ റേറ്റ് കുറഞ്ഞത് 250 മുകളിലാകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു സൈസ് ബോക്സ് എത്രയാകുമെന്ന് ഊഹിക്കാമല്ലോ. 600-ന് മുകളിൽ റേറ്റ് ഉണ്ട്. പിന്നെ ഞാനതും ചെയ്തെടുക്കാമെന്ന് കരുതി. ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും ഹാമ്പറോ ക്രാഫ്റ്റ് വർക്കോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ. അഫോർഡബിളായി കാർഡ്ബോർഡ് മറ്റ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പ് ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. പിന്നെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഹാരത്തിന് പുറമെ 5 മുഴത്തിൻ്റെ ഹെവി സ്ട്രിങ് ജാസ്മിൻ സ്ട്രിങ് കൂടെ ഓർഡർ തന്നിട്ടുണ്ട്. താങ്ക് യു.